നമ്മുടെ ഈ ക്ലാസ്സിൻ്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം, ഈ ക്ലാസ് സംഘടിപ്പിക്കാനും ഇത് ഓർഗനൈസ് ചെയ്യുന്നതിലുമൊക്കെ നമ്മളെ വളരെ പ്രേരിപ്പിച്ചതായ കാര്യം, ദൈവിക സത്യങ്ങൾ അതിൻ്റെ ശരിയായ വിധത്തിൽ നാം അറിയണമെന്നുള്ളതാണ്. ശരിയായ നിലയിൽ, ശരിയായ ദിശയിൽ മനസ്സിലാക്കുക. നിങ്ങൾ പഠിക്കുന്ന നിങ്ങൾക്കും ഒരു ധാർമ്മിക ഉത്തരവാദിത്വമുണ്ട്. ഈ പഠിച്ചത് മറ്റുള്ളവരോട് ഷെയർ ചെയ്യണമെന്നുള്ളത്. മറ്റുള്ളവരോട് ഷെയർ ചെയ്യണം. പഠിച്ചത് നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കുകയല്ല, പഠിച്ചത് വേറെ കുറേ പേരെ കൂടെ പഠിപ്പിക്കാൻ നോക്കണം. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ദൗത്യം. സത്യങ്ങൾ മനസ്സിലാക്കുക. ആ സത്യം നമ്മെ സ്വതന്ത്രമാക്കുന്നു. ഈ പഠിച്ച സത്യങ്ങൾ വേറെ ചിലരെ കൂടെ സത്യത്തിലേക്ക് നടത്താൻ ഉപയോഗപ്പെടുകയും ചെയ്യണം. ഏതായാലും ദൈവം നമ്മളെ അനുഗ്രഹിക്കാൻ. നമ്മുടെ സമയം വളരെ വളരെ പ്രയോജനകരമായ നിലയിൽ നമുക്ക് ഉപയോഗിക്കാം. നിങ്ങളുടെ പക്കൽ നോട്ട് ബുക്കും പേനയും ഉണ്ടായിരിക്കണം. അതുപോലെ ബൈബിളും തുറന്ന് വെക്കാം. നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതും നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിക്കുന്നതുമായ വാക്യങ്ങളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്യണം. ആശയങ്ങൾ നോട്ട് ചെയ്യണം. അതുപോലെ വേദപുസ്തകം തുറന്ന് പെട്ടെന്ന് വാക്യങ്ങൾ വായിക്കുകയും വേണം. ഇതാണ് നമ്മുടെ എല്ലാവരുടെയും ക്ലാസ്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത. പഠിക്കുന്നത് നമുക്ക് പ്രയോജനകരമായി തീരണം. വാക്യങ്ങൾ പെട്ടെന്ന് വായിക്കത്തക്കവണ്ണം ബൈബിള് റെഡിയാക്കി തന്നെ വെക്കണം. അപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മൾ രക്ഷ, അതിൻ്റെ വിവിധ വശങ്ങൾ, അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട പാഠ്യ വിഷയം. നിങ്ങൾ ഇതിനിടയ്ക്കൊക്കെ ചില ഇംഗ്ലീഷ് പദങ്ങൾ കൂടെ പഠിക്കണം. മലയാള പദങ്ങൾ, നമുക്ക് മലയാള പദങ്ങൾക്ക് ഒരു പദ ദാരിദ്ര്യം ഉണ്ടാകാതെ വണ്ണം അങ്ങനെ കിട്ടുന്ന പുതിയ പദങ്ങൾ രേഖപ്പെടുത്തണം. ഒരു വിഷയ ദാരിദ്ര്യം നമുക്കുണ്ടാകാതെ വണ്ണം പുതിയ ആശയങ്ങളും പുതിയ പദങ്ങളും ഇംഗ്ലീഷ് ആകട്ടെ മലയാളമാകട്ടെ എല്ലാം നോട്ട് ചെയ്ത് വെക്കണം. ഇതൊക്കെ നമ്മുടെ പിന്നത്തെ ജീവിതത്തിൽ വളരെ വളരെ പ്രയോജനകരമായി തീരും. അപ്പോൾ ഈ രക്ഷ എന്ന ഏറ്റവും അമൂല്യമായ വിഷയം, രക്ഷ, വേദപുസ്തകത്തിലെ പ്രധാനപ്പെട്ട ഇതിവൃത്തവും രക്ഷ എന്ന കാര്യത്തെ ഉദ്ദേശിച്ചാണ്. അതാണ് വേദപുസ്തകത്തിലെ പ്രധാനപ്പെട്ട അതിൻ്റെ ഇതിവൃത്തം, രക്ഷ. വേദപുസ്തകത്തിൽ ഏറ്റവും അധികം പരാമർശിക്കപ്പെടുന്ന പദവും രക്ഷ എന്നുള്ള വാക്കാണ്. രക്ഷ എന്ന വാക്ക് കൂടുതൽ പരാമർശിക്കപ്പെടുന്നു. രക്ഷ എന്ന വാക്ക് വരുമ്പോൾ രക്ഷകനുണ്ട്. രക്ഷകൻ, ഇത് നമ്മുടെ മനസ്സിന് മാറിപ്പോകരുത്. വേദപുസ്തകം ഒഴിച്ച് മറ്റിടത്തൊക്കെ പല ആത്മിക ഗ്രന്ഥത്തിലും രക്ഷ എന്ന പദം വരുന്നുണ്ട്, ബൈബിൾ ഒഴിച്ച്. പക്ഷെ വേറൊരു പ്രത്യേകതയുള്ളത്, രക്ഷകനെ കുറിച്ച് പ്രസ്താവിക്കപ്പെടുന്നില്ല. രക്ഷകനെ കുറിച്ച്, രക്ഷയുണ്ട് പക്ഷെ രക്ഷകനില്ല. അത് നമ്മുടെ ബൈബിളിൽ മാത്രമേ കാണുന്നുള്ളൂ. രക്ഷകൻ. എങ്ങനെയുള്ള രക്ഷകൻ? കരുത്തനായ രക്ഷകൻ, ഒരു ബലവാനായ രക്ഷകൻ, നമ്മുടെ എല്ലാ ആവശ്യങ്ങളിൽ നിന്നും നമ്മളെ രക്ഷിക്കാൻ, സഹായിക്കാൻ, നമ്മളെ ഉദ്ധരിക്കാനൊക്കെ കഴിയുന്ന ഒരാൾ. രക്ഷ എന്ന വാക്ക്, അതിനെ സാധാരണ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് സേവ് എന്നാണ്. സേവ്, സാൽവേഷൻ, ഡെലിവറൻസ്, ഇതൊക്കെ അതിന് തത്തുല്യമായ ഇംഗ്ലീഷ് പദങ്ങളാണ്. ഡെലിവറൻസ്, സേവ് ചെയ്യുക, പണം സേവ് ചെയ്യുന്നു, മറ്റ് പല കാര്യങ്ങൾ നമ്മൾ സേവ് ചെയ്യുന്നു, ഫോൺ നമ്പർ സേവ് ചെയ്യുന്നു. ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് കർത്താവ് നമ്മളെ സേവ് ചെയ്യുന്നത് എന്നുള്ള കാര്യം.
അപ്പൊ രക്ഷ എന്നുള്ളതായ ആ വലിയ ആ വിഷയം, എത്രയും ബൃഹത്തായ വിഷയമാണ് ബൈബിളിലേത് രക്ഷ എന്നുള്ളത്. ആ രക്ഷ എന്നുള്ള ബൃഹത്തായ ഈ ഈ ഈ വിഷയം പഴയ നിയമത്തിലെ രക്ഷയുണ്ട്, പുതിയ നിയമത്തിലെ രക്ഷയുണ്ട്. ഇങ്ങനെ നമ്മളതിനെ തരംതിരിച്ച് പഠിപ്പിക്കാറുണ്ട്. പഴയ നിയമത്തിൽ രക്ഷ, പഴയ നിയമത്തിൽ രക്ഷ, പുതിയ നിയമത്തിൽ. നമുക്ക് നോഹയെ ദൈവം രക്ഷിച്ച വിധം നോക്കിക്കേ. ലോത്തിനെ അബ്രഹാം രക്ഷിക്കുന്നത് ഇവിടെ കായീനും ഹാബേലും ഈ യാഗം കഴിക്കാൻ പോകുന്നു. ഹാബേലിനെ കായീൻ കൊന്നു. യാഗാനന്തരം കായീൻ ഹാബേലിനെ കൊന്നു. അവനെ ആരെങ്കിലും രക്ഷിക്കാൻ വന്നോ? അവനെ ആരെങ്കിലും രക്ഷിക്കാൻ വന്നോ? വേദപുസ്തകം തുറക്കുമ്പോൾ തന്നെ കാണുന്ന ഒരു വലിയ വിപത്താണ്. ഒരു മരണം നടക്കുന്നു. പാപം പ്രവേശിച്ച ശേഷം ഒരു മരണം, ഒന്നാമത്തെ മരണമാകും. ഒന്നാമത്തെ മരണം ഇനാഗുറേറ്റ് ചെയ്തു. സ്വാഭാവിക മരണമല്ലായിരുന്നു അത്. അതൊരു ഒരു ഒരു കുലപാതകമായിരുന്നു. ആരും രക്ഷിക്കാൻ വന്നില്ല. ആരും രക്ഷിക്കാൻ വന്നില്ല. ദൈവം ഒഴിച്ച് അതിന് ദൃക്സാക്ഷികളില്ല. അന്ന് ജനസംഖ്യ ഇല്ലല്ലോ. വേദപുസ്തക പ്രകാരം അന്നത്തെ ആകെ ജനസംഖ്യ വേദപുസ്തക പ്രകാരം 4 പേരാ. ദൃക്സാക്ഷിയില്ല. ദൈവം കണ്ടു. ഇനിയും തിരിച്ച് 2 പേര് അങ്ങോട്ട് യാഗം കഴിക്കാൻ പോയി. ഒരാൾ തിരിച്ചു വന്നു. അപ്പനാകട്ടെ അമ്മയാകട്ടെ ഹാബേല് കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞില്ല. പക്ഷെ അതിൽ ഒരു അത്ഭുതം നമുക്ക് കാണുന്നത്, ദൈവം ഇടപെട്ട് ചോദിച്ചു കായീനോട്, എവിടെ നിന്റെ സഹോദരൻ ഹാബേലെന്ന്. അപ്പൊ ഇവിടെ ലോകം മുഴുവനും നിശബ്ദത പാലിച്ചാലും ദൈവം ഇടപെടാതിരിക്കുകയില്ല. ഒരാളെ കയ്യേറ്റം ചെയ്താൽ, ഒരാളെ ഉപദ്രവിക്കാൻ മുന്നോട്ട് വന്നാൽ ദൈവം ഇടപെടുന്നു. ദൈവം ചോദിക്കുന്നു, എന്താ അങ്ങനെ ചെയ്തതെന്ന്. ആകട്ടെ, അപ്പം പിന്നീട് നമുക്ക് അങ്ങോട്ട് വായിച്ചു നോക്കിയാൽ ഇസ്രായേൽ മക്കളുടെ കാര്യം, ഇസ്രായേൽ മക്കൾ, പുറപ്പാട് പുസ്തകം, ഒരു ജനതയെ രക്ഷിക്കാൻ ഒരുത്തൻ വരുന്നത് കണ്ടോ? മിസ്രൈമിൽ കുടുങ്ങിപ്പോയ ഒരു വലിയ സംഘം ആളുകളെ. ഇപ്പൊ ഇവിടെ ഒറ്റയ്ക്കുള്ള രക്ഷ, ഒറ്റയ്ക്കൊരാളെ. ലോത്തിനെ അബ്രഹാം പോയി രക്ഷിച്ചു, മടക്കി കൊണ്ടുവന്നു. ഇവിടെ പുറപ്പാട് പുസ്തകത്തിൽ ഒരു സംഘത്തെ ഒരാൾ വന്ന് രക്ഷിക്കുന്നു, ഒരു സംഘം ആളുകൾ. പഴയ രക്ഷയുടെ വിവിധ വശങ്ങളായത്. ഒറ്റയ്ക്കൊരാളെ രക്ഷിച്ചു. പുറപ്പാട് പുസ്തകം 12-ാമത്തെ അധ്യായം. ഒരു സംഘം ആളുകളെ ഒരു മനുഷ്യൻ ആ നാട്ടിൽ നിന്ന് രക്ഷിച്ച് വേറെ ഒരു രാജ്യത്തേക്ക് കൊണ്ടുപോവുകയാണ് ഇവിടെ. ഇതിനിടയ്ക്കുണ്ടായ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും കുറച്ചല്ല. ദൈവം അതിൻ്റെ പിൻപിലുണ്ട്. ദൈവം നേരിട്ട് പ്രവർത്തിക്കാതെ ഒരു വ്യക്തിയെ കൊണ്ട് ദൈവം പ്രവർത്തിപ്പിക്കുക. മോശ, നമ്മെ പോലൊരു മനുഷ്യൻ, അവനതിൽ വിജയിച്ചു. ഈ വലിയ കൂട്ടം ആളുകളെ രക്ഷിക്കുന്നതിൽ
25 ലക്ഷം വരുന്ന പുരുഷാരം. ആ കാര്യത്തിൽ വാസ്തവത്തിൽ മോശ വിജയിച്ചോ ഇല്ലയോ? മോശയ്ക്ക് തന്നെ അത് ചെയ്യാൻ ആവില്ല. പിന്നെ ദൈവത്തിന്റെ സഹായം, ദൈവം അയച്ചിട്ട്, ദൈവത്താൽ അയക്കപ്പെട്ടവൻ, ആ ജനത്തെ ദൈവം രക്ഷിക്കുന്നു. ആ നാട്ടിൽ ഇത് കൊണ്ടുപോയി. ഈ നാട് മിസ്രയീം അല്ലെങ്കിൽ ഈജിപ്റ്റ് അവർക്ക് യോജിച്ചതല്ല. ഇവിടെ വീണ്ടും വീണ്ടും അടിമവേലയുണ്ട്. സമാധാനമായിട്ട് ഇവിടെ ആരാധിക്കാൻ പറ്റില്ല. സമാധാനവും സ്വസ്ഥതയും ഇവിടെ ലഭിക്കുന്നില്ല. ഇവിടെ വർക്ക് ലോഡ് കൂടുതലാണ്. ദൈവം രക്ഷിക്കുന്നു. ദൈവത്തിന്റെ രക്ഷയുടെ പ്രത്യേകതയാണ്. എല്ലാവരും ഈ നാട്ടിൽ നിന്ന് പൊക്കോണം എന്നൊരു ഉത്തരവല്ല. എല്ലാവരും ഇവിടുന്ന് മടങ്ങി നാട്ടിലോട്ട് പോകാം എന്ന് പറയല്ല. അതിലൊരു വ്യക്തി, ഒരു ലീഡർ, ദൈവത്തിന് ഒരു ലീഡറെ ആവശ്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ സമയം നമ്മൾ ഓർക്കണം, ദൈവത്തിന് എപ്പോഴും ലീഡേഴ്സിനെ ആവശ്യമുണ്ടെന്ന് ഓർക്കുക. ദൈവം തൻ്റെ ദൂതന്മാരെ കൊണ്ടല്ല കാര്യം ചെയ്യിപ്പിക്കുന്നത്. ദൈവം നമ്മെ കൊണ്ട് ആ കാര്യം ചെയ്യിപ്പിക്കുന്നത്. ഒരു ദൂതൻ മീഖായേൽ അല്ലെങ്കിൽ ഗബ്രിയേൽ വന്നല്ല ജനത്തെ രക്ഷിച്ചു കൊണ്ടുപോകുന്നത് എന്ന് ഓർക്കുക. ഒരു സാധാരണ വ്യക്തി ദൈവം ഉപയോഗിക്കുന്നത് കണ്ടോ? ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നാം ഈ ക്ലാസ്സിൽ സംബന്ധിക്കുന്ന ഓരോരുത്തരെയും ദൈവം ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി ദൈവത്തിന് ഉപയോഗിക്കാൻ ആവശ്യമുണ്ട്. ദൈവത്തിന് വ്യക്തികളെ കിട്ടണം കയ്യിൽ. അവരെ കൊണ്ട് ദൈവത്തിന് ഓരോരോ കാര്യങ്ങൾ ചെയ്യിക്കാനുണ്ട്. ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, ഒരു വ്യക്തിയോട് സുവിശേഷം അറിയിക്കാനൊക്കെ അത് ഈ കാലങ്ങളിൽ കർത്താവല്ല വന്ന് ചെയ്യുന്നത്. കർത്താവിനെ പ്രതിപുരുഷൻ എന്നുള്ള നിലയിൽ ദൈവം നമ്മെ കൊണ്ടാണ് ചെയ്യിക്കുന്നത്. ദൈവം നമ്മെ അതിന് ഉപയോഗിക്കുക. മോശ, അപ്പൊ മോശ ഈ ജനത്തെ രക്ഷിച്ചു കൊണ്ടുപോകുന്ന രംഗം പുറപ്പാട് 12 മുതലാണ് ആരംഭിക്കുന്ന ആ രംഗം. ഇതൊക്കെ ഞാൻ പറയുന്നതിൻ്റെ ഉദ്ദേശം, മോശയെ പോലെ നാം ദൈവത്തിൻ്റെ കൈകളിൽ ഉപയോഗമുള്ളവരായി തീരണം എന്ന് പറയുകയാണ്. മോശ വേഗത്തിൽ അങ്ങോട്ട് എത്തിയില്ല. അവിടുന്ന് പുറപ്പെടുവിച്ചു. അടുത്ത ആഴ്ച കനാനിൽ എത്തിയെന്നാണോ അതിൻ്റെ അർത്ഥം? അല്ലെങ്കിൽ അടുത്ത മാസം, ഒറ്റ മാസത്തെ യാത്ര കനാനിലെത്തി എന്നല്ല. 40 നീണ്ട കൊല്ലം ആ സ്ഥലത്തെത്താൻ. ഒരു കാര്യം കൂടെ ഞാൻ എടുത്തു പറയട്ടെ. ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ യാത്രാ സംഘം ആണ് ഇത്. ഇതിനേക്കാൾ വലിയൊരു യാത്രാ സംഘം ലോകത്തിൽ എവിടെയും ഉണ്ടായിട്ടില്ല. 20-25 ലക്ഷം വരുന്ന പുരുഷാരം, സ്ത്രീകള്, പുരുഷന്മാര്, കുട്ടികള്, അവരുടെ ആടുമാടുകൾ. പിന്നെ എത്ര കൊല്ലം? 400 കൊല്ലം നീണ്ടു നിന്നു യാത്ര. ഇങ്ങനത്തെ ഒരു യാത്ര ഇതിനു മുമ്പ് ലോകം കണ്ടിട്ടുണ്ടോ? അതിനുശേഷം കണ്ടിട്ടുണ്ടോ ഇങ്ങനത്തെ വലിയൊരു യാത്രാ സംഘം നീങ്ങുന്നത്? ദൈവം കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇത്ര വിജയകരമായ നിലയിൽ ദൈവം ഇവരെ രക്ഷിച്ചു കൊണ്ടുപോകുക. അതാണ് രക്ഷ, സാൽവേഷൻ. അവർ ലോർഡ് സേവ്ഡ് ദം ഫ്രം സ്ലേവറി. ദൈവം വ്യക്തിപരമായി ഈ കാര്യത്തിൽ ഇടപെടുകയാണ്. അങ്ങനെ അങ്ങോട്ട് പോയപ്പോൾ ഇതാ ചെങ്കടൽ. ചെങ്കടൽ അവരെ സംബന്ധിച്ച് ഒരു തടസ്സം. ചെങ്ങാടമോ വള്ളമോ ഉണ്ടാക്കിയൊന്നും ഇത്രയും പേരെ ഒന്നിച്ചു കൊണ്ടുപോകാൻ സാധിക്കത്തില്ല.
മോശ പ്രാർത്ഥിക്കുന്നു, ചെങ്കടൽ അക്കരെ കടക്കണം. ഇസ്രായേൽ മക്കളെ അനുഗമിക്കുന്ന മിസ്രയീമിലെ ഫറവോനും സൈന്യവും അനുഗമിക്കുക. അവരുടെ കൺസെന്റോട് കൂടിയാ പോയതെങ്കിലും പിന്നീട് അദ്ദേഹത്തിന്റെ പ്ലാൻ മാറ്റി, മനസ്സ് മാറി, പിന്നാലെ അനുഗമിക്കുന്നു. ചെങ്കടൽ മുൻപിൽ. മോശ വിഷമിക്കുന്നു, മോശ ഭാരപ്പെടുന്നു, താൻ അസ്വസ്ഥനാകുന്നു. രക്ഷയുടെ വിവിധ വശങ്ങളാണ് ഞാൻ പറയുന്നത്. പഴയ നിയമ വീക്ഷണത്തിൽ രക്ഷ. കർത്താവ് മോശയോട് സംസാരിക്കുന്നു, നിന്റെ കയ്യിലിരിക്കുന്ന വടി ചെങ്കടലിന് നേരെ നീട്ടുക. കയ്യിൽ വടി, മോശയുടെ കയ്യിലുള്ള വടി ദൈവത്തിൻ്റെ വടി. ചെങ്കടലിൽ 1 കിലോമീറ്ററിലധികം വീതിയിൽ വഴി തുറക്കുന്നു. ഉണങ്ങിയ നിലം, 1 കിലോമീറ്റർ അധികം വീതി. സന്തോഷമായി അവർക്ക്. ഒന്നാമത്തെ ആ പ്രതിബന്ധം, ഒന്നാമത്തെ പ്രതികൂലം മാറി. എല്ലാവരും അക്കരെ കയറി. ഇസ്രായേൽ മക്കളുടെ ഇടയിലെ അവസാനത്തെ ആളും മാറി അക്കരയെത്തി. കർത്താവ് എന്ത് ചെയ്യുന്നു? ചെങ്കടൽ പഴയതുപോലെ ആക്കി. അതിലെ വന്ന മിസ്രയമ്യ ഫറവോനും അവരുടെ സൈന്യവും ചെങ്കടലിൽ മുങ്ങി മരിക്കുന്നത് കാണാനുണ്ട്. ഒരു കാര്യം ഇവിടെ യു മസ്റ്റ് അണ്ടർസ്റ്റാൻഡ്. എന്ത്? ദൈവം തൻ്റെ ജനത്തിന് വേണ്ടിയേ വഴി തുറക്കൂ എന്ന് ഓർക്കണം. ഏത് സമയത്തും ദൈവം പ്രവർത്തിക്കുന്നത് തൻ്റെ ജനത്തിന് വേണ്ടി മാത്രം. തൻ്റെ ജനം അല്ലാത്തവർക്ക് വേണ്ടി ദൈവം ഒരു വഴി തുറക്കത്തില്ല എന്ന് നാം അറിയണം. ഇവിടെ 2 തരത്തിലുള്ള ആളുകൾ. ഒന്ന്, ഇസ്രായേൽ മക്കൾ പെസഹ കുഞ്ഞാടിനെ ഭക്ഷിച്ചു, പുളിപ്പില്ലാത്ത അപ്പം കഴിച്ചു, കാല് ചെരുപ്പിട്ട് മുറുക്കി, കയ്യിൽ വടി പിടിച്ചു, ബന്ധപ്പെട്ടുള്ള യാത്ര. അങ്ങനെയുള്ളവർക്ക് വേണ്ടി വഴി തുറക്കുന്നത് നിങ്ങൾ കണ്ടോ? അവസാനത്തെ ആളും അക്കരെ കടന്നപ്പോൾ ചെങ്കടൽ വീണ്ടും പഴയതുപോലെ. അവരും ഇറങ്ങി. ഇറങ്ങിയവരൊക്കെ വെള്ളത്തിൽ മുങ്ങി നശിച്ചു, ഫറവോൻ ഉൾപ്പെടെ എല്ലാവരും. ദൈവം ഈ പാസേജ് തൻ്റെ ജനത്തിന് വേണ്ടി ഒരുക്കിയതാണ്. എപ്പോഴും നമുക്ക് ഓർമ്മ വേണം, ഈ ചോരത്തളി ആചരിച്ച് പെസഹ കുഞ്ഞാടിനെ ഭക്ഷിച്ചവർക്ക് ദൈവം വഴി തുറക്കൂ എന്ന് ഉള്ള വസ്തുത. അതായത് വീണ്ടും ജന്മം പ്രാപിച്ചവർക്ക് വേണ്ടി മാത്രമേ ദൈവം കാര്യങ്ങൾ പ്രവർത്തിക്കൂ. എത്രായിരം മിസ്രയമ്യ ചെറുപ്പക്കാര് ചെങ്കടലിൽ മുങ്ങി നശിച്ചു. അവരുടെ ലീഡർ ഫറവോനും മുങ്ങി നശിച്ചു. അതുകൊണ്ട് യാത്ര തീർന്നില്ല, വീണ്ടും യാത്ര അപ്പോൾ നോക്ക്, ഇവിടെ ഈ ജനത്തെ ഇത്രയും പേരെ ഒന്നിച്ച് ദൈവം രക്ഷിക്കുന്നത് കണ്ടോ? ഫറവോന്റെ കയ്യിൽ നിന്ന്, ബലശാലികളായ സൈന്യങ്ങളുടെ കയ്യിൽ നിന്ന് ഇസ്രായേൽ മക്കളിൽ ഒറ്റ കുട്ടിക്ക് പോലും ജീവഹാനി സംഭവിക്കാതെ, ഒരു പോറല് വരാതെ ദൈവം രക്ഷിക്കുന്ന വിധം. രക്ഷയുടെ പ്രത്യേകതയായത്, രക്ഷയുടെ പ്രത്യേകത, ദൈവത്തിൻ്റെ രക്ഷയുടെ പ്രത്യേകത. യാത്ര തുടരുന്നു. യാത്ര
തുടരുന്നത് നമുക്ക് കാണാം. എത്ര ഭദ്രമായി, എത്ര വ്യക്തമായി ദൈവം ഇവിടെ സഹായിക്കുന്നു നോക്ക്. ഇനിയും നമ്മൾ നോക്കിക്കേ, ഈ നാം സ്വീകരിക്കുന്ന ഈ രക്ഷകൻ അല്ലെങ്കിൽ യേശു നമ്മെ രക്ഷിക്കാൻ വാസ്തവത്തിൽ പ്രാപ്തനാണോ? അവൻ പ്രാപ്തനാണോ നമ്മെ രക്ഷിക്കാൻ? ദൈവം അതിന് പ്രാപ്തനാണോ? നമുക്ക് എബ്രായ ലേഖനം അതിൻ്റെ 5-ാമത്തെ അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. എബ്രായ ലേഖനം അതിൻ്റെ 5:25-14 വരെ ഉള്ളൂ പാസ്റ്ററെ. അല്ല, അത് 7:25. 7-ാം അധ്യായം അതിന്റെ 25-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോടടുക്കുന്നവർക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. അപ്പൊ ഈ രക്ഷകന്റെ പ്രത്യേകത ശ്രദ്ധിക്കണം. യേശുവിനെ നമ്മൾ സംശയിക്കേണ്ട. യേശുവിനെ നമ്മൾ സംശയിക്കേണ്ട. അവൻ പ്രാപ്തൻ. ഈ ചെങ്കടലിൽ നിന്ന് ജനത്തെ രക്ഷിക്കാൻ അവൻ പ്രാപ്തനായി. എത്രയോ അവൻ പ്രാപ്തനാണ്. സംശയിക്കണ്ട എന്നർത്ഥം. സംശയിക്കണ്ട. നമ്മൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ബ്രാഞ്ചിൽ ചെന്ന് നമ്മൾ ഇട്ടിരിക്കുന്ന പണം 1 ലക്ഷം ആവശ്യപ്പെട്ടാൽ നമുക്ക് അവർ തരും. നമ്മുടെ 2 ലക്ഷം രൂപയുണ്ട്. അവരെടുത്തത് ദുർവിനിയോഗം ചെയ്യത്തില്ല. എപ്പോൾ ചെന്ന് ചോദിച്ചാലും തരും. ഇനി അവരുടെ ആവശ്യങ്ങൾ കാണണം അവരെടുക്കുമോ? അവർ 100 പേരല്ലേ അവിടെ വരുന്നത്. കാശ് വേണം, ഡിപ്പോസിറ്റ് ചെയ്തത് തിരിച്ചെടുക്കാൻ. ഇനിയിപ്പോൾ ഞാനും ഇപ്പോൾ ചെന്ന് 1 ലക്ഷം രൂപ ചോദിച്ച് തരുമോ? അവർക്ക് തരാൻ ഒന്നും ഒരു ശങ്കയും വേണ്ട. നമ്മൾ ചോദിക്കുന്നത് നമുക്ക് അവരുടെ ഡിപ്പോസിറ്റ് ഇത്രയും എമൗണ്ട് ഉണ്ടെങ്കിൽ തരും. വൈകുന്നേരം 4 മണിയായി. എല്ലാവരും ഓരോരുത്തരൊക്കെ എടുത്തുകൊണ്ട് പോയി. ഇപ്പൊ കാശ് തീർന്നു കാണും. അല്ലെങ്കിൽ രാവിലെ ചെല്ലണമായിരുന്നു. അങ്ങനൊന്നും ശങ്കിക്കണ്ട. ഇവിടെ കാശ് തീർന്നു പോയി എന്നൊരു പ്രശ്നം ആ ബാങ്കിലില്ല. കാശ് തീർന്നു പോയി, അല്പം താമസിച്ചു, ഒരു അരമണിക്കൂർ മുമ്പ് വരെ പണം ഉണ്ടായിരുന്നു എന്നൊരു വാക്ക് ബാങ്കിനില്ല. നോക്ക്, ഈ ലോകത്തിലെ ഇങ്ങനൊരു സംവിധാനം അങ്ങനെ ഉണ്ടെങ്കിൽ സ്വർഗത്തിലെ ദൈവത്തിന് നമ്മെ രക്ഷിക്കാൻ 7-ാമത്തെ അധ്യായം എബ്രായ ലേഖനം 7:25, അതുകൊണ്ട് താൻ മുഖാന്തരം ദൈവത്തോട് അടുക്കുന്നവർ, ദൈവത്തോട് അടുത്ത് ചെല്ലുന്നവർ, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവർ, ഈ രക്ഷകനായ യേശു അവന്റെ പ്രത്യേകത എടുത്തു പറയുന്നുണ്ട്. സദാ ജീവിക്കുന്ന ആളാണ്. രക്ഷിക്കാൻ പ്രാപ്തൻ. ചെങ്കടലിൽ നിന്ന് കരയ്ക്ക് കയറി പോകുന്ന ആ ജനം, അവർക്കുണ്ടായ സന്തോഷം എത്ര നോക്കിക്കേ. ഞാൻ വിചാരിച്ചില്ല രക്ഷപ്പെടാമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ദൈവം നമ്മെ രക്ഷിക്കുമെന്ന്, ഇറങ്ങി വന്ന് രക്ഷിക്കുമെന്ന് ഒരു പ്രതീക്ഷ എനിക്കുണ്ടായില്ല. എത്ര വിശാലമായി കിടക്കുന്ന ഈ ചെങ്കടൽ, ഈ ചെങ്കടലിലെ വെള്ളം പറ്റുമെന്നോ? ആർക്ക് സാധിക്കും ഇത്?
അങ്ങനെ കുറച്ച് പറ്റിയാലും ചെളി ആയിട്ടും കുഴഞ്ഞു മങ്ങി കിടക്കുന്ന ഇതിൽ കൂടെ ആർക്ക് നമ്മുടെ പിള്ളേർക്കൊക്കെ പോകാൻ പറ്റുമോ? നമ്മുടെ ആടുമാടുകളുടെയൊക്കെ കാലിൽ താന്നു പോകത്തില്ലേ? ഇങ്ങനെ സംശയമൊന്നും വേണ്ട. ഇവിടെ പൗലോസ് പറയുന്നു യേശു പ്രാപ്തനാണെന്ന്. എങ്ങനെ? പൂർണ്ണമായി രക്ഷിക്കാൻ പ്രാപ്തൻ, ഏറ്റവും നല്ല കരുത്തനായ കർത്താവ്. മോശയുടെ കൂടെ അഹരോൻ, ഇങ്ങനെയൊക്കെ നമുക്കതിൽ കാണാനുണ്ട്. സഹായിക്കാൻ വന്നവർ, സഹായിക്കാൻ. നമുക്ക് ഞാൻ ഇതിനിടയ്ക്കൊരു പുതിയ നിയമത്തിലൊരു ഭാഗം നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാം. പുതിയ നിയമത്തിലെ ഒരു ഭാഗം, ഈ യേശുവിൻ്റെ രക്ഷ, അവൻ്റെ പ്രാപ്തിയെ സംബന്ധിച്ച്, അവൻ്റെ കഴിവ് സാധിക്കുമോ? പലരും ഇങ്ങനെ ചിന്തിച്ച് അറച്ചു നിൽക്കുക, ഈ യേശുവിന് പറ്റുമോ നമ്മളെ രക്ഷിക്കാൻ? നമ്മുടെ 100 സങ്കടങ്ങളും പ്രശ്നങ്ങളും, പിള്ളേരുടെ പ്രശ്നവും സ്കൂളിലെ പ്രശ്നവും സാമ്പത്തിക പ്രശ്നം മറ്റൊരു ഭാഗത്ത്, കുട്ടികളുടെയൊക്കെ ഭാവി ഇരുളടഞ്ഞതുപോലെ, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുടെ നിന്നൊക്കെ ഈ യേശുവിന് പറ്റുമോ രക്ഷിക്കാൻ? മാനസിക സംഘർഷം ഒരു ഭാഗത്ത്, രോഗത്തിന്റെ ശക്തി മറ്റൊരു ഭാഗത്ത്. ഡോക്ടർ പറയുന്ന ഒന്ന് വെല്ലു പോകാന്. വലിയൊരു ഡോക്ടർ ചികിത്സ പറഞ്ഞത് ഇവിടെ ശരിയാവത്തില്ല, ഒന്ന് കേംബ്രിഡ്ജിൽ പൊക്കോ, ഇംഗ്ലണ്ടിൽ പൊക്കോ. അവിടെയും ശരിയായില്ല. ഇതൊക്കെയാണ് ഇവിടുത്തെ ആളുകളുടെ ബലഹീനത, കഴിവുകേട്, കഴിവില്ലായ്മ, കഴിവില്ലാത്ത ഡോക്ടർമാര്. പക്ഷെ യേശു നോക്കിക്കേ, നമുക്ക് ലൂക്കോസ് 8:12 കൊല്ലം പഴക്കമുള്ള ആ രക്തസ്രാവക്കാരത്തി സ്ത്രീ, 12 കൊല്ലം, ഒരു സെക്കൻഡ് കൊണ്ടല്ലേ ദീനം മാറിയത്? ഒരു സെക്കൻഡ് കൊണ്ടല്ലേ ദീനം മാറ്റിയത്? മരുന്ന് വല്ലതും കൊടുത്തോ? യേശു അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ? എന്തൊക്കെ നിർദ്ദേശം പറഞ്ഞു? രോഗം മാറി, ഇനിയിപ്പോ ഇന്ന പോലെയൊക്കെ പൊക്കോണം, ഇനി ഇന്ന ഭക്ഷണമേ കഴിക്കാവൂ. ഇല്ല, ഒരു നിർദ്ദേശവും ഇല്ല. നീ പൊക്കോ, നിന്റെ ദീനം മാറി എന്ന് കർത്താവ് പറഞ്ഞു. ഒരു സെക്കൻഡ്. ഇനി രണ്ടാമത് ലൂക്കോസ് 13:18 കൊല്ലം പഴക്കമുള്ള ദീനം, ഒട്ടും നിവരുവാൻ കഴിയാത്ത 18 കൊല്ലം കൊണ്ട് ഈ ദീനത്തിന് വിധേയമാണ്. പക്ഷെ പള്ളി വരുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ആയിട്ട് അവള് പള്ളി വരിക, ഈ കൂനുമായിട്ട്. കർത്താവ് ആ പള്ളിയിൽ നിന്ന് അവളെ മാത്രം രക്ഷിച്ചു. എങ്ങനെ? എത്ര സമയമെടുത്തെന്ന ദീനം മാറ്റാൻ? അവളുടെ ഈ 18 കൊല്ലം പഴക്കമുള്ള ദീനം മാറ്റാൻ കർത്താവ് എത്ര സമയം വേണ്ടി വന്നു? ഒറ്റ സെക്കൻഡേ വേണ്ടി വന്നുള്ളൂ. ഇനി നോക്ക്, യോഹന്നാൻ 5:38 കൊല്ലം പഴക്കമുള്ള ദീനം, ആ ദീനം മാറ്റാൻ എത്ര സമയം? പഴക്കം കൂടുന്തോറും സമയം കൂടുതൽ വരുന്നില്ല. ഒരു വാക്ക് സമയം കൂടി, പഴക്കം കൂടുതൽ സമയം അല്ല, ഒരു വാക്ക്. അവിടെയും യേശു ഇവന്റെ മേൽ കൈവച്ചൊന്നും പ്രാർത്ഥിച്ചില്ല. ശിഷ്യന്മാരെല്ലാം അവിടെ വിളിച്ചുകൊണ്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം, ഇയാളെ രക്ഷപ്പെടുന്നെങ്കിൽ പെടട്ടെ എന്നല്ലല്ലോ പറഞ്ഞത്. രക്ഷപ്പെടുന്നെങ്കിൽ പെടട്ടെ എന്ന് പറഞ്ഞല്ല. എഴുന്നേറ്റ് കിടക്കയും കൊണ്ട് പൊക്കോ, ഇവിടെ ഈ കിടക്ക ഇനി ഇട്ടേക്കണ്ട, വേറെ ആരെങ്കിലും വന്ന് കിടക്കും. അവൻ എഴുന്നേറ്റ് പോകുന്നു. അവന്റെ പ്രാപ്തിയല്ലേ ഈ കാണിക്കുന്നത്? യേശുവിന്റെ പ്രാപ്തിയായി കാണിക്കുന്നത്. അവനെ നാം സംശയിക്കണ്ട.
ഒട്ടും നമ്മുടെ ശാരീരികമായ അവസ്ഥ എത്ര മോശമായാലും ഈ വചനം കേൾക്കുന്നവരുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ വിശ്വാസം കൂടുതൽ കൂടുതൽ രൂഢമൂലമായി തീരട്ടെ. ഒരു തകർന്ന വിശ്വാസമോ ക്ഷീണിച്ച വിശ്വാസമോ ഒരു ബലഹീന വിശ്വാസമോ ഒക്കെ ആണ് നമ്മുടെ ഉള്ളിൽ. വിശ്വാസം സടകുടഞ്ഞ് എഴുന്നേക്കട്ടെ. അവൻ പ്രാപ്തൻ. ജീസസ് ഈസ് ഏബിൾ. ശാരീരിക പ്രശ്നമാണ് ഏറ്റവും വലുത്. യേശു പ്രാപ്തനായി. യേശു അതിന് സാധിക്കുന്നു. ഇനിയും പൈശാചിക ശക്തികളുടെ ആവേശം, അതിന് വിധേയപ്പെട്ടവരെ കർത്താവ് സഹായിക്കുന്നു. അങ്ങനെയുള്ളവരെയും കർത്താവ് രക്ഷിക്കുക. അപ്പൊ പഴയ നിയമത്തിലെ ഈ ചെങ്കടൽ കടന്നതോടുകൂടെ പ്രശ്നം തീരുകയല്ല. ചെയ്തത്. പ്രശ്നം മാറിയെന്നേ ഉള്ളൂ. ചെങ്കടൽ കടന്നു. അപ്പൊ ഈ യേശു ദൈവം രക്ഷിച്ച ആളെ, ദൈവം രക്ഷിക്കുന്ന ഒരാള്, ഒരു സംഘമാകട്ടെ, ഒരു ചെറിയ കൂട്ടമാകട്ടെ, അവർക്ക് ഭക്ഷണം വേണ്ടേ? അവർക്ക് ഭക്ഷണം വേണം. ഇതാ കർത്താവ് ഭക്ഷണം കൊടുക്കുന്നു. എല്ലാ ദിവസവും രാവിലെ മന്ന കൊടുക്കുന്നു. എല്ലാ ദിവസവും രാവിലെ കിടക്കേന്ന് ഉണർന്നപ്പോൾ ഒരു പാത്രത്തിൽ ഭക്ഷണം ഇരിക്കുന്നു. അങ്ങനൊരു രീതിയല്ല കർത്താവ് അവലംബിച്ചത്. എല്ലാ വീട്ടിലെയും പാത്രത്തിൽ ഭക്ഷണം. അവര് മടിയന്മാരായി മാറും. കർത്താവ് എന്ത് ചെയ്യുന്നു നോക്കിക്കേ. അവരുടെ വീട്ടുമുറ്റത്തും പരിസരങ്ങളിലും അതിരാവിലെ മന്ന പൊഴിയുന്നു. ഭക്ഷണം, സ്വർഗത്തിൽ നിന്നുള്ള അപ്പം. അവര് പോയി പിറക്കണം. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് പോയി അവരുടെ ഭക്ഷണം അവര് കളക്ട് ചെയ്യണം. വീട്ടിലെ പാത്രം നിറഞ്ഞിരിക്കത്തില്ല. എനിക്ക് ഇപ്പം അത്ര രാവിലെ എഴുന്നേക്കാൻ സാധിക്കത്തില്ല. സൂര്യോദയത്തിന് മുമ്പൊന്നും എഴുന്നേക്കാൻ എനിക്ക് പറ്റത്തില്ല. അങ്ങനെ പറ്റത്തില്ല എന്ന് വിചാരിക്കുന്നെങ്കിൽ അവന് ഭക്ഷണമില്ല. സൂര്യോദയത്തിന് മുമ്പ് പോയി ഭക്ഷണം കളക്ട് ചെയ്യണം. സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ വീണ ഭക്ഷണമൊക്കെ, നിലത്ത് വീണ അപ്പമൊക്കെ, മഞ്ഞയല്ല, അലിഞ്ഞു പോവും. അതങ്ങ് അലിഞ്ഞ് ഐസ് പോലെ അലിഞ്ഞു പോവും. ഭക്ഷണം വേണ്ടവരെ സൂര്യോദയത്തിന് മുമ്പ് പോയി കളക്ട് ചെയ്യണം. ദൈവത്തിൻ്റെ ആ സിസ്റ്റം കണ്ടു. ദൈവത്തിൻ്റെ സമ്പ്രദായം, ദൈവത്തിൻ്റെ നടപടിക്രമം ഇങ്ങനെയാണ്. ദൈവത്തിൻ്റെ നടപടിക്രമം ഈ രീതിയാണ്. അപ്പൊ അതുകൊണ്ട് അവർ തന്നെ അവർക്ക് ആവശ്യമായ ഭക്ഷണം പോയി കരുതണം. അവിടെ തന്നെ വെച്ച് കഴിക്കാം. അത് അവിടെ വെച്ച് തന്നെയോ അല്ലെങ്കിൽ വീട്ടിൽ വന്നിട്ടോ ഭക്ഷണം കഴിക്കാം. ഈ ഭക്ഷണം അപ്പം തന്നെ കഴിക്കാം. നോക്ക്. അപ്പം ആ കർത്താവിൻ്റെ മാർഗം സ്വീകരിച്ച് അവിടുന്ന് മിസ്രയീമിൽ നിന്ന് രക്ഷപ്പെട്ടു വരുന്നവർക്കുള്ള ഭക്ഷണം ദൈവത്തിൻ്റെ വക ഭക്ഷണം. അപ്പൊ രക്ഷിക്കപ്പെട്ടവർക്ക്, രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നവർക്ക് ഭക്ഷണം കൊടുക്കേണ്ട ഉത്തരവാദിത്വം ദൈവം ഏറ്റെടുക്കുന്നു. കൃഷി ആരംഭിച്ച് വിളവെടുക്കുന്നത് വരെ അവർക്ക് ഭക്ഷണത്തിന്റെ ക്രമീകരണം, അത് ദൈവത്തിന്റെ വകയായിട്ട് ഭക്ഷണം. ഇനിയും രാത്രി വെളിച്ചം വേണ്ടേ? അസഹ്യമായ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ പകൽ ഒരു മേഘം അവർക്ക് മീതെ, ഒരു
ഒരു AC അറ്റ്മോസ്ഫിയർ ഇവർക്ക് ഉണ്ടാക്കുക ദൈവം. മേഘം, സൂര്യന്റെ താപം അവർക്ക് ദോഷമായി ഭവിക്കാതിരിക്കാൻ മേഘം. ഒരു ഒരു സംവിധാനം അവർക്ക് ഒരുക്കി. അസഹ്യമായ ചൂട് ഇവർക്കും ഇവരുടെ കുഞ്ഞുങ്ങൾക്കും അനുഭവിക്കാതിരിക്കാൻ. എല്ലാവർക്കും ഇല്ല കേട്ടോ, ഈ യാത്രാ സംഘത്തിന് മാത്രമേ ഉള്ളൂ. ഇനി രാത്രി വെളിച്ചത്തിനോ, അതിന് അഗ്നിസ്തംഭം. ഈ 25 ലക്ഷം വരുന്ന പുരുഷാരത്തിന് വെളിച്ചത്തിന് എത്ര വാഗൺ എണ്ണ വേണമെന്ന ദിവസം പ്രതി വിളക്ക് കത്തിക്കാൻ? എത്ര ടാങ്കർ എണ്ണ വേണം? ആ പ്രശ്നം ദൈവം പരിഹരിച്ചു. പകരം ഒരു അഗ്നിസ്തംഭം പോകുന്ന വഴിക്ക് വെളിച്ചം, അവർക്ക് മാത്രം വെളിച്ചം. പ്രിയപ്പെട്ടവരെ, അപ്പൊ ഈ രക്ഷയുടെ അനുഭവത്തിൽ വന്നവർക്ക് ദൈവത്തിന്റെ നല്ല ദാനങ്ങൾ കണ്ടോ? അവർക്കുള്ള ഇതെല്ലാം ദൈവം ദാനമായിട്ട് കൊടുക്കുകയാണ്. ഭക്ഷണം എല്ലാ ദിവസവും രാവിലെ സൗജന്യം, എല്ലാ ദിവസവും പകൽ മേഘസ്തംഭം, എല്ലാ രാത്രിയിലും അഗ്നിസ്തംഭം. എണ്ണ തേടി പോകണ്ട, വെളിച്ചം തേടി പോകണ്ട. ഇതൊക്കെ ഈ രക്ഷാനിർണയം പഴയ നിയമത്തിലെ രക്ഷയുടെ ഒരു ഭാഗമായത്. അവർക്ക് മാത്രമുള്ള പ്രിവിലേജ് ആണെന്ന് ഓർക്കണം. അവർക്ക് മാത്രമുള്ള പ്രിവിലേജ് ആണിത്. നമ്മുടെ ക്ലാസ് 9:45 മുതൽ 10:45 വരെ ആണല്ലോ. 10:45 ആകുമ്പോൾ നിങ്ങൾ ഒരാളൊന്ന് പറയണേ സമയമായെന്ന്. എനിക്ക് സമയമായിട്ട് അങ്ങോട്ട്. ശരി. അപ്പൊ ദൈവത്തിന്റെ രക്ഷാ പദ്ധതിയുടെ മഹത്വവും മഹിമയും, ആ രക്ഷാ പദ്ധതിയുടെ മഹിമയായത്. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് പുതിയ നിയമത്തിൽ കർത്താവ് വെക്കുന്ന രക്ഷ എന്നുള്ളത് ഓർക്കണം. അത് നമ്മൾ ഈ സന്ദർഭത്തിൽ പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. അവർക്കുള്ള ഭക്ഷണം, അവർക്ക് ഇനിയിപ്പം വസ്ത്രം, ഇവർക്ക് ഇത്രയും പേർക്ക് 25 ലക്ഷം വരുന്ന പുരുഷാരത്തിന് വസ്ത്രം വേണ്ടേ? ഭക്ഷണം. നമുക്ക് ചെങ്കടൽ കടക്കുമ്പോൾ വെള്ളം അവർക്ക് അസഹ്യമായിരുന്നു. ഇത്രയും ഈ കടലിലെ വെള്ളം, ഈ വെള്ളത്തെ കടന്ന് അക്കരെ എത്തി. അപ്പോൾ വെള്ളം ഇല്ലാത്ത ഒരു പ്രശ്നം, കുടിക്കാൻ വെള്ളം വേണ്ടേ? അപ്പൊ ഈ രക്ഷിത ഗണത്തിന് ആവശ്യമുള്ളതൊക്കെ നൽകുക എന്നുള്ളത് ദൈവത്തിന്റെ പ്രോഗ്രാമിൽപ്പെട്ട കാര്യമാണ്. അവർക്ക് എന്തെല്ലാം ആവശ്യമുണ്ട്? ഈ രക്ഷിത ഗണം അവർക്ക് മാത്രമുള്ളത്. ഈ രക്ഷിത ഗണത്തിന് വേണ്ടിയുള്ള പ്രിവിലേജായത്. ഭക്ഷണത്തിന്റെ കാര്യം സോൾവായി. പിന്നെ ഇനി വെള്ളം വേണം. ഒരു കാര്യം കൂടെ ഞാൻ എടുത്തു പറയട്ടെ. ചെങ്കടലിന് ഇക്കരെ ദൈവം ഒന്നും ചെയ്തില്ല ഉള്ളവർക്ക്. ചെങ്കടൽ കടന്ന ശേഷമാണ് പ്രൊവിഷൻസ് ഒക്കെ വന്നു തുടങ്ങിയത്. നന്മകൾ വന്നു തുടങ്ങിയത് ചെങ്കടലിൽ നിന്ന് കയറി അക്കരെ കടന്ന ശേഷമാണ്. ഒന്ന് ഭക്ഷണം, 2 മേഘത്തൂണം, പിന്നെ മേഘത്തിൻ്റെ മേഘസ്തംഭം. ഇതൊക്കെ. ഇനിയും വെള്ളം ഒരു പ്രശ്നമായി. കുടിക്കാൻ വെള്ളമില്ല. 3 ദിവസം കൊണ്ട് വെള്ളത്തിൻ്റെ ഇല്ലായ്മ. വെള്ളം ഭക്ഷണത്തെക്കാൾ ആവശ്യം വെള്ളമാണ്. ഭക്ഷണമില്ലാതെ ചില ദിവസങ്ങൾ മുമ്പോട്ട് പോകാം. പക്ഷെ വെള്ളം കിട്ടാതെ
മുമ്പോട്ട് പോകാൻ ഒക്കത്തില്ല. എന്നിട്ട് 3 ദിവസം അവർ സഹിച്ചു. ജനവും കുട്ടികളും ആടുമാടുകളും സ്ത്രീകളും പുരുഷന്മാരും വെള്ളത്തിന് നട്ടം തിരിയുക. എന്തിനാ അങ്ങനെ ദൈവം ചെയ്തത്? ആ ദൈവത്തിന്റെ നല്ല ദാനത്തെ ഒന്ന് മനസ്സിലാക്കാനാണ്. ദൈവത്തിന്റെ നല്ല ദാനം. 3 ദിവസം വെള്ളമില്ല. ഇതാ പെട്ടെന്നൊരു തടാകം കണ്ടു. ഒരു തടാകം. അപ്പൊ ഈ തടാകം ഭൂമിയെ ഉണ്ടാക്കിയപ്പോൾ തന്നെ ദൈവം ഒരു തടാകം ഉണ്ടാക്കിയിട്ട് അവിടെ ഒരു തടാകം കൂടെ ഉണ്ടാക്കിയിട്ടിരിക്കുകയാണ്. അതിലെ തൻ്റെ ജനം വരുമെന്നും അവർക്ക് കുടിക്കാൻ വെള്ളം വേണമെന്നും ദൈവത്തിനും അറിയാം. അതുകൊണ്ട് അവരുടെ ആവശ്യത്തിന് വേണ്ടി ഒരു തടാകം, ഒരു ലേക്ക്. ആർത്തിയോടെ പിള്ളേർ പോയി കുടിച്ചു. പക്ഷേ വാ ചീത്തയായി, നാക്ക് ചീത്തയായി. എങ്ങനെ? കയ്പും കമർപ്പുമുള്ള വെള്ളം. കയ്പ് പ്ലസ് കമർപ്പ്, വാ ചീത്തയായി. മോശയോട് ജനം എതിർക്കുന്നു. അപ്പം നോക്കിക്കേ, ആ വെള്ളത്തിന് വേണ്ടി വെള്ളമില്ലായ്മ, അങ്ങനൊരു ഒരു പ്രോബ്ലം, അതിന് ദൈവത്തിൻ്റെ പക്കൽ സൊല്യൂഷനുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി ദൈവസന്നിധിയിരിക്കുന്ന നിങ്ങൾക്ക് കുടുംബസ്ഥരായവരുണ്ട്, പഠിക്കുന്നവരുണ്ട്, അതുപോലെ വീടുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉള്ളവരുണ്ട്. ഒരു പ്രശ്നവും എനിക്കില്ലെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എനിക്ക് ഒരു പ്രശ്നവും എനിക്കില്ല. ആർക്കും സാധിക്കത്തില്ല. എല്ലാവർക്കുമുണ്ട് അവരവരുടേതായ പ്രശ്നങ്ങൾ. ആരാ ഇതിൽ നിന്ന് നമ്മൾ രക്ഷിക്കേണ്ടത്? ആര് രക്ഷിക്കണം? ദൈവത്തിനെ പറ്റൂ. വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് കുറച്ചല്ല. നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയാത്തത്, നാം എപ്പോഴും നമ്മുടെ കിടക്കയ്ക്കരികിൽ ഒരു കുപ്പി വെള്ളം വെക്കും. പ്രാർത്ഥന മുറിയിൽ നമ്മളൊരു കുപ്പി വെള്ളം വെക്കും. ദാഹം വരുന്നതിന് മുമ്പേ നമ്മൾ വെള്ളം കുടിക്കും. യാത്രയിൽ പോകുന്നിടത്തുനിന്ന് ഒരു കുപ്പി വെള്ളം വാങ്ങിക്കും. ദാഹത്തിൻ്റെ ആ വൈഷമ്യം നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. ആ കാലത്ത് കുപ്പിയുമില്ല, കുപ്പിവെള്ളവുമില്ല, ഒന്നുമില്ല. ഓടിച്ചെന്ന് വെള്ളം കുടിച്ചു. പക്ഷേ കയ്പ്. ജനമെല്ലാം മോശയോട് എതിർത്തു. ജനമെല്ലാം മോശയോട് എതിർത്ത് നീക്കി. പ്രൈസ് ദി ലോർഡ്. അപ്പൊ എന്തുണ്ടായെന്ന അതിനൊരു സ്യൂട്ടബിൾ സൊല്യൂഷൻ ദൈവം പറഞ്ഞു മോശയോട്. അതിനൊരു സൊല്യൂഷൻ ഉണ്ട്. നമുക്ക് നമ്മുടെ നിരവധി കുഴഞ്ഞു മറിഞ്ഞ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട് എന്നുള്ള കാര്യം അറിയണം. നിരാശപ്പെടരുത്. അനാവശ്യമായിട്ടുള്ള യാതൊരു തരത്തിലുള്ള ആവലാതിയോ വെപ്രാളമോ വേണ്ട. ഒരു പണത്തിൻ്റെ കാര്യമാകട്ടെ, ശാരീരിക പ്രശ്നമാകട്ടെ, മാനസിക പ്രശ്നമാകട്ടെ, കുട്ടികളുടെ പ്രശ്നം, ഒന്നിലും ഒരു 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 അസ്വസ്ഥരാകട്ടെ. പണത്തിൻ്റെ കാര്യം ഡോണ്ട് വറി. അവർ ജീസസ് ഈസ് പവർഫുൾ. ഇതാ പെട്ടെന്ന് മോശയെ കർത്താവ് വിളിക്കുന്നു. മോശയെ കാട്ടിലേക്ക് കൊണ്ടുപോകുന്നു. ഒരു മരം കാണിച്ചു കൊടുക്കുന്നു. എന്നാൽ ശരി, ഈ വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല, വേറൊരു കുളം ഉണ്ടാക്കാം എന്നല്ല കർത്താവ് പറഞ്ഞത്. വേറൊരു തടാകം ഉണ്ടായി വരട്ടെ എന്നല്ല പറഞ്ഞത്. ഒരു വൃക്ഷം കാണിച്ചു കൊടുക്കുന്നു. ആ വൃക്ഷത്തെ വെട്ടി ഈ വെള്ളത്തിൽ ഇട്. വൃക്ഷത്തെ വെട്ടി വെള്ളത്തിൽ കൊണ്ടിട്ടു. വെള്ളത്തിൻ്റെ രീതി മാറി. കയ്പ് വെള്ളം മധുരമുള്ള വെള്ളമായി മാറുന്നത് കണ്ടോ? എത്ര ക്ഷണത്തിൽ! ആ കയ്പ് മധുരമാക്കി മാറ്റാൻ ആർക്കേ സാധിക്കുന്ന?
പ്രിയപ്പെട്ടവർ, നമ്മുടെ ജീവിതത്തിലെ കയ്പിൻ്റെ അനുഭവങ്ങൾ, ഒരു കവർപ്പിൻ്റെ അനുഭവങ്ങൾ, ഒരു ദുഃഖത്തിൻ്റെയോ കഷ്ടതയുടെയോ അനുഭവങ്ങൾ എത്ര ക്ഷണത്തിൽ ദൈവത്തിനത് മധുരമാക്കി മാറ്റാൻ പറ്റുമെന്നറിയാമോ? എത്ര ക്ഷണത്തിൽ ദൈവത്തിനത് സാധിക്കും. വിഷമിക്കരുത്, ഭാരപ്പെടരുത്, അസ്വസ്ഥരാകരുത്. കർത്താവ് രക്ഷിക്കാൻ പ്രാപ്തൻ. കർത്താവ് നമ്മെ ഉദ്ധരിക്കാൻ പ്രാപ്തൻ. അവൻ്റെ പക്കൽ പരിഹാരമുണ്ട്. അവൻ്റെ പക്കൽ നമുക്ക് പരിഹാരമുണ്ടെന്നുള്ള കാര്യം ഓർക്കുക. അവൻ്റെ പക്കൽ നമുക്ക് വിടുതലുണ്ട്. ഒരു വൃക്ഷത്തെ കാണിച്ചു കൊടുത്തു. മോശയോട് പറഞ്ഞില്ല ഈ വെള്ളത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ. വെള്ളത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. വെള്ളത്തിന് മീതെ ആ വടി നീട്ട് എന്നല്ല പറഞ്ഞത്. ഒരു വൃക്ഷത്തെ വെട്ടണം, ശിഖരങ്ങൾ കൊത്തി ഇത് വൃക്ഷം വെള്ളത്തിൽ ഇടുക, അത്രമാത്രം. അവിടെ പ്രാർത്ഥന ആവശ്യമില്ല, അവിടെ സ്തോത്രം ചെയ്യൽ ആവശ്യമില്ല, ഇത്രമാത്രം. ഈ വൃക്ഷത്തെ യേശുവുമായിട്ട് സാദൃശീകരിക്കാം. നിങ്ങൾ നോട്ട് ചെയ്തിടണം പ്രത്യേകമായിട്ട്. യു പ്ലീസ് ലിസൺ മീ. അപ്പോൾ മത്തായി 17, ലൂക്കോസ് 9, മർക്കോസ് 9. യേശു ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ പോയി. അവിടെ മോശ ഏലിയാവിൻ്റെ രംഗത്ത് വന്നു. അവർ തമ്മിൽ സംസാരിക്കുന്നു. യെരുശലേമിൽ സംഭവിക്കേണ്ട നിര്യാണത്തെക്കുറിച്ച് അവർ ചർച്ച ചെയ്തു. അതിനുശേഷം അവർ പോയി. പത്രോസിൻ്റെ വാക്ക്, ഇവിടെ നാം ഇരിക്കുന്നതാണ് നല്ലത്. ഞങ്ങൾ 3 കുടിലുണ്ടാക്കട്ടെ, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയാവിന്, ഒന്ന് നിനക്ക്. അപ്പം മോശയും ഏലിയാവിനെയും യേശുവിനെയും ഒരേ റാങ്കിൽ കാണുക പത്രോസ്. അവരെ സമന്മാരെന്ന് കാണുക എന്നാ കാണുന്നത്. എന്ന് കാണാനേ പറ്റിയുള്ളൂ പത്രോസിന്. ഈ 3 പേരെ ഒരേ റാങ്കിൽ. അത് ഇവിടെ ദൈവം ഒന്ന് തിരുത്തി കൊടുക്കുക. ഈ 3 പേരും ഒരു റാങ്കുകാരല്ല. ഈ 3 പേരും ഒരു റാങ്കുകാരല്ല. അങ്ങനെ ഒരു കറക്ഷൻ വന്നു. ദൈവം സംസാരിക്കുന്നു. എന്താ സംസാരിച്ചേ? അപ്പോൾ മോശയും ഏലിയാവും അപ്രത്യക്ഷമായി. യേശുവിനെ ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ് പിതാവായ ദൈവം. യേശുവിനെ പിതാവ് ലോകത്തിന് കാണിച്ചു കൊടുക്കുന്ന ഇവൻ എൻ്റെ പ്രിയപുത്രൻ. ഇവരെന്നല്ല, ഇവൻ. ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവന് ചെവി കൊടുപ്പീൻ. അത് തന്നെ ദൈവം കാണിച്ചു കൊടുത്ത പുരുഷൻ. ദൈവം ലോകത്തിന് കാണിച്ചു കൊടുത്ത പുരുഷൻ. ഇവിടെ ദൈവം മോശയ്ക്ക് കാണിച്ചു കൊടുത്ത ഒരു വൃക്ഷം. കർത്താവ് ഭൂമിയിലായത് പറഞ്ഞ വാക്ക് നമ്മളിങ്ങനെ ഓർക്കുന്നു. എന്ത്? പച്ച മരത്തോട് ഇങ്ങനെ ചെയ്താൽ, പച്ച വൃക്ഷത്തോടെ ഇങ്ങനെ ചെയ്താൽ ഉണങ്ങിയതിനോട് എത്ര അധികമെന്ന്. യേശു പച്ച വൃക്ഷം. വെള്ളം വ്യത്യാസപ്പെട്ടു. വെള്ളം മധുരമായി മാറി. കുട്ടികൾക്ക് കുടിച്ചിട്ട് മതിയാവുന്നില്ല. സ്ത്രീകളും പുരുഷന്മാരും എത്രയധികം വെള്ളം കുടിക്കുക. അവരുടെ വായിലെ കയ്പ് പോയി, ജീവിതത്തിലെ കയ്പ് പോയി, കവർപ്പ് പോയി. മരം വീണ വെള്ളം. ദൈവത്തിന് ഇത് സാധിക്കുമെന്ന് നമ്മെ ഒന്ന് കാണിക്കുക. ദൈവത്തിന് ഇതൊക്കെ സാധിക്കുമോ? ദൈവത്തിന് സാധിക്കും. പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തിൽ ഒന്നുകൂടെ നമുക്കൊന്ന് പുഷ്ടിപ്പെടണ്ടേ? വിശ്വാസ വിഷയത്തിൽ നമുക്കൂടെ ഒന്നുകൂടെ വളരാൻ നമുക്ക്. ദൈവത്തിന് സാധിക്കുമെന്ന് നമുക്ക് ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം.
പെട്ടെന്ന് വായിക്കാൻ പറ്റുമോ? ഉൽപ്പത്തി 18:18. അബ്രഹാം വലിയതും ബലമുള്ളതുമായ ജാതിയായി തീരുകയും അവനിൽ ഭൂമിയിലെ ജാതികളൊക്കെയും അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യുമല്ലോ. യഹോവ അബ്രഹാമിനെ കുറിച്ച് അരുളി ചെയ്തത് അവന് നിവർത്തിച്ചു കൊടുപ്പാൻ തക്കവണ്ണം അബ്രഹാം തന്റെ മക്കളോടും തനിക്ക് പിൻപുള്ള കുടുംബത്തോടും നീതിയും ന്യായവും പ്രവർത്തിച്ചുകൊണ്ട് യഹോവയുടെ വഴിയിൽ നടപ്പാൻ കൽപ്പിക്കേണ്ടതിനെ ഞാൻ അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. പിന്നെ യഹോവ സോദോമിന്റെയും ഗൊമോരയുടെയും നിലവിളി വലിയതും അവരുടെ പാപം അതികഠിനവുമാകുന്നു. ഞാൻ ചെന്ന് എന്റെ മതി. കർത്താവ് അബ്രഹാമിനോട് പറയുന്ന വാക്ക്, ദൈവത്തിന് കഴിയാത്തത് വല്ലതുമുണ്ടോ? ദൈവത്തിന് കഴിയാത്ത വല്ല കാര്യമുണ്ടോ എന്ന് ദൈവം ചോദിക്കുന്നു. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. അത് നമ്മൾ ആദ്യം തന്നെ അറിയുക. ഇത് പക്ഷെ ദൈവത്തിന് സാധിക്കുമോ? എൻ്റെ ഈ വിഷയം സോൾവ് ചെയ്യാൻ പക്ഷെ ദൈവത്തിന് പറ്റുമോ? എൻ്റെ ഈ വിഷയം സോൾവ് ചെയ്യാൻ പക്ഷെ ദൈവത്തിന് പറ്റുമോ? ചില ദമ്പതികൾ വിവാഹം കഴിഞ്ഞു, പല വർഷമായിട്ടും മക്കളില്ല. 25 കൊല്ലമായി. നമ്മൾ ചോദിക്കുക എത്ര കൊല്ലമായെന്ന്. എന്തിനാ അത് ചോദിക്കുന്നേ? എത്ര കൊല്ലമായി വിവാഹം കഴിച്ചിട്ട്? അവർ പറഞ്ഞു 25 കൊല്ലമായി. നമ്മൾ പ്രാർത്ഥിക്കാൻ ഒന്നും മടിക്കും. നമ്മൾ പ്രാർത്ഥിക്കാൻ ഒന്നും മടിക്കുക. എന്താ? നമ്മുടെ വിചാരം അത് സാധിക്കത്തില്ലെന്ന്. 2 കൊല്ലമോ 3 കൊല്ലമായി എന്ന് പറഞ്ഞാൽ നമുക്ക് ഉത്സാഹമാണ് പ്രാർത്ഥിക്കാൻ. 2 കൊല്ലമോ 3 കൊല്ലമോ ആയെന്ന് പറഞ്ഞാൽ നമുക്ക് സന്തോഷം പ്രാർത്ഥിക്കാം. 25 കൊല്ലമായി എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കുമോ? നമ്മളൊന്നും മടിച്ചു നിൽക്കുക. അല്ല, ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. ഏത് വിഷയവും ഇതോടുള്ള ബന്ധത്തിലാണ് ഞാൻ രക്ഷ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രക്ഷ, രക്ഷിക്കാൻ പ്രാപ്തൻ, രക്ഷിക്കാൻ കഴിവുള്ളവൻ, രക്ഷിക്കാൻ. ഓക്കെ, 43. ഓക്കെ. ഇവിടെ അപ്പോൾ 18:13 ഞാനത് നോട്ട് ചെയ്ത് വെച്ചോളാം. 18:13 നമുക്കിവിടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. രക്ഷയിൽ രക്ഷിക്കാൻ പ്രാപ്തൻ, ശക്തൻ, കരുത്തൻ, പ്രാപ്തൻ. ഈ കൂട്ടത്തിൽ ആരെങ്കിലും രക്ഷയുടെ അനുഭവത്തിൽ വന്നിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അവൻ പ്രാപ്തനായ കർത്താവായതുകൊണ്ട് രക്ഷിച്ച് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നൽകാൻ അവൻ പ്രാപ്തനായ ദൈവം. അത് സാമ്പത്തികമാകട്ടെ, ശാരീരികമാകട്ടെ, എന്തുമാകട്ടെ, ബിസിനസ് പരമായ കാര്യമാകട്ടെ, അവൻ പ്രാപ്തൻ. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിച്ച് സഹായിക്കട്ടെ. ഇവിടെ ഞാൻ ക്ലാസ് നിർത്തുന്നു. ഇത്രത്തോളം സമയം നിങ്ങൾ ഈ പ്ലാറ്റ്ഫോമിലിരുന്ന് ദൈവവചനം കേൾക്കാൻ മനസ്സ് വെച്ചതിൽ ഞാൻ നിങ്ങളെ പ്രത്യേകമായി അനുമോദിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു.